നിൻ സാന്നിധ്യം എന്നാനന്ദം, നിൻ ശക്തി എൻ്റെ ധൈര്യമാ. മറ്റൊന്നും ഞാൻ കാണുന്നില്ലേ ഈ പാരിലൻ സന്തോഷമാ. നിൻ സാന്നിധ്യം എന്നാനന്ദം, നിൻ ശക്തി എൻ്റെ ധൈര്യമാ. മറ്റൊന്നും ഞാൻ കാണുന്നില്ലേ ഈ പാരിലൻ സന്തോഷമാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് ഇടപെടുന്നത് 35-ാം സങ്കീർത്തനത്തിൻ്റെ 9-10 വാക്യങ്ങളാണ്. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യൻ ആർ? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ആമേൻ. ഈ ഭൂമിയിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നവർ താഴ്ന്ന നിൽക്കുന്നവരെ ചൂഷണം ചെയ്യുക എന്നുള്ളതൊരു നിത്യസംഭവമാണ്. ഈ എളിയവർക്ക് പലപ്പോഴും നീതിയും ന്യായവും കിട്ടാറുമില്ല. പക്ഷെ ഇവിടുത്തെ വചനം കണ്ടോ, യഹോവേ നിനക്ക് തുല്യൻ ആർ? ആമേൻ. എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ഈ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതികൾ ഉയരുന്നത് എങ്ങനെയാ? ആ ദൈവത്തിൻ്റെ ആ നാമത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത, അതിൽ നിന്നാണ് ഈ സ്തുതികൾ ഉയരുന്നത്. ആമേൻ. ആമേൻ. കരുതലുകൾ നടത്തിയപ്പം അബ്രഹാം ഒരു സ്തുതി കൊടുത്തു, യഹോവ ഈരേ, കരുതുന്ന ദൈവം. ആമേൻ. അപ്പം അവൻ്റെ ഓരോ നാമവും സ്തുതികളാണ്, പ്രശംസകളാണ്. ആമേൻ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മുടെ ദൈവത്തിന് തുല്യനാര്? ആരുമില്ല. എന്നിട്ട് അതിനകത്ത് ശ്രദ്ധിച്ചൊരു വാക്ക്, എൻ്റെ അസ്ഥികളൊക്കെ പറയുന്നു. എനിക്കത് വായിച്ചപ്പം ഭയങ്കര സന്തോഷം. ഇപ്പം ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ ഓൾ ബോഡി കർത്താവിനെ സ്തുതിക്കുകയാണ്. ജാതികൾ ദൈവത്തെ സ്തുതിക്കുന്നു, വംശങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മൃഗജാലങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, കുന്നുകളും താഴ്വരകളും നദികളും എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു, വൃക്ഷലതാദികൾ എല്ലാം ദൈവത്തെ സ്തുതിക്കുക, മനുഷ്യനും ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞത് കേട്ടോ, എൻ്റെ അസ്ഥികളൊക്കെയും സംസാരിക്കുന്നു. ഞാനിത് നോക്കിയപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്ക് പറയുന്നത്, എൻ്റെ ഉള്ളം കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം മനസ്സ് കർത്താവിനെ കുറിച്ച് സംസാരിക്കും, ഉള്ളം കർത്താവിനെ കുറിച്ച് സംസാരിക്കും, ഹൃദയം കർത്താവിനെ കുറിച്ച് സംസാരിക്കും, അധരം കർത്താവിനെ കുറിച്ച് സംസാരിക്കും, അസ്ഥികൾ കർത്താവിനെ കുറിച്ച് സംസാരിക്കും, എൻ്റെ അകത്തെ ആത്മാവ് കർത്താവിനെ കുറിച്ച് സംസാരിക്കും. എൻ്റെ ആത്മാവ് ആമേൻ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് സംസാരിക്കും. 63-ാം സങ്കീർത്തനം പറയുന്നു, എൻ്റെ ഓൾ ബോഡി, എൻ്റെ ദേഹം നിനക്കായിട്ട് ദാഹിക്കുന്നു. എന്തുവല്ലേ? കണ്ണുകൾ കഴകായവൻ,
കാതുകൾക്ക് ഇമ്പമായവൻ, സ്തോത്രം, ആത്മാവിൻ്റെ ഗീതമായവൻ. എത്ര നല്ല ദൈവം എന്ന് പറഞ്ഞാൽ അസ്ഥികൾ പോലും പറയുക കർത്താവ് നല്ലവനെന്ന്. കാരണം അസ്ഥികൾ തിരിച്ചറിയുകയാണ് കർത്താവിനെ. അധരം പറയുകയാണ് കർത്താവ് നല്ലവനെന്ന്. അധരം തിരിച്ചറിയുകയാണ്. കാരണം അധരം ആമേൻ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ പോലെ ആരുമില്ല. ഇന്ന് ഇത് പറയുമ്പം ഏതോ നിങ്ങളെയൊക്കെ കഴിവുള്ള, പണമുള്ള, അധികാരമുള്ള, ഉയർന്ന പൊസിഷനുള്ള ആരൊക്കെയോ നിങ്ങളെ ഇടിച്ച് താഴ്ത്താനും തകർക്കാനൊക്കെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. സത്യമായിട്ട് പറയാം, അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ പദ്ധതികളെല്ലാം പരാജയപ്പെടും. മൊർദെഖായിയുടെ കൂടെ നിന്ന ദൈവം നിന്റെ കൂടെ നിൽക്കും. അവൻ്റെ പദ്ധതികളെ മുഴുവൻ ദൈവം അബദ്ധമാക്കും. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നാളത്തെ ഒരു വലിയ സ്തുതിയായും ഒരു ടെസ്റ്റിമണിയായും ദൈവം മാറ്റും. ഈ സങ്കീർത്തനം മുകളും താഴെല്ലാം നോക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധിയുടെ നടുവില്ല. പക്ഷേ ഈ ഒരൊറ്റ വാക്യം മതി, അസ്ഥികൾ വരെ സ്തുതിക്കുന്ന നിലയിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഓൾ ബോഡി, ആത്മാവും ദേഹവും മുഴുവനും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. യെസ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് രാവിലെ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, എളിയവരെ തന്നെക്കാൾ ബലമേറിയവനിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിടുതലുകളെല്ലാം കർത്താവ് സ്തുതികളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇതുവരെ നേരിട്ട പ്രശ്നങ്ങളെല്ലാം അങ്ങയുടെ സ്തുതികളാക്കി, ആരാധനയാക്കി അങ്ങ് മാറ്റുവാൻ പോകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രത്തോടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. കർത്താവെ, ഇന്നത്തെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ പ്രശ്നങ്ങളെല്ലാം വഴിമാറ്റുന്നതിന് നന്ദി പറയും. അവയെല്ലാം സ്തുതിയായി, ആരാധനയെ അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയും. ഞങ്ങളുടെ പൂർണ്ണമായ ഹോൾ പേഴ്സണാലിറ്റി അങ്ങേ സ്തുതിക്കുന്ന അളവിലേക്കാണ് ആത്മാവും ദേഹിയും ശരീരവും അങ്ങേ ആരാധനയായി കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിച്ചു കൊള്ളുക. നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ അസ്ഥി പോലും ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. കർത്താവെ, അനുഗ്രഹിച്ച് ഈ ദിവസത്തെ ഇവർക്ക് നൽകുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്തരായ ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും ബ്ലെസ്ഡ് ആയിരിക്കട്ടെ. കർത്താവാണ് അവരെ ഇന്നത്തെ ഈ സന്ദേശം കേൾപ്പിക്കുന്നത്. അവർ പോകുന്നിടത്തും നിൽക്കുന്നിടത്തും ചെയ്യുന്ന എല്ലാ ജോലിയിലും ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം, ആനന്ദം ഉണ്ടാകട്ടെ. ബ്ലസ് ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ യാത്രകളിലും നിങ്ങളുടെ എല്ലാ ജോലികളിലും എല്ലാ തിരക്കുകളിലും കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശം മറ്റനേകരിലേക്ക് നിങ്ങൾ പങ്കുവെക്കുക. God bless you.